എന്തായാലും നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്കാണ് ഇനി പോകേണ്ടത് അല്ലേ? കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലൊക്കെ CPM-ന്റെ ഒരു തീരുമാനത്തിലെത്താൻ തന്നെ വലിയൊരു സമയം എടുത്തു എന്നുള്ളതാണ്. എന്തായാലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമായിട്ടുണ്ട്. ആശങ്കകൾക്കിടയിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ധാരണയായി. സുധീർ കരമന ഇടത് സ്വതന്ത്രനാകുമെന്നാണ് വിവരം. ജനാധിപത്യ കേരള കോൺഗ്രസിന് അനുവദിച്ചിട്ടുള്ള സീറ്റ് എന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് അവരായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥി നിർദ്ദേശമുണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് ഇടത് സ്വതന്ത്രനിലേക്ക് നീങ്ങിയത്. അതേസമയം തീരുമാനത്തിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസ് രംഗത്ത് എത്തിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി MS വീണയാണ് ചേരുന്നത്. വീണ, ഈ സ്ഥാനാർത്ഥി അതായത് ആന്റണി രാജുവിന് പകരക്കാരനാണ് എന്ന ചോദ്യം CPM-നെ ചെറുതായിട്ടൊന്നുമല്ല ഉലച്ചത്. വല്ലാത്തൊരു ദാരിദ്ര്യം സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിലൊക്കെ ഫീൽ ചെയ്തിരുന്നു. എന്തായാലും ഒടുവിൽ ഒരു പേര് വരികയാണ്, സുധീർ കരമന. പക്ഷെ അപ്പോഴും അതൊരു സമവായ സ്ഥാനാർത്ഥി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അപ്പോഴേ വെടി പൊട്ടിച്ചിട്ടുണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, CPM-നെ ഏറെ വലച്ച ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ ഈ ഒരു വിഷയത്തിൽ തകൃതിയായി ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ആരെ നിർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം വലയ്ക്കുന്നുണ്ടായിരുന്നു. അവർ പ്രധാനമായും കരുതിയിരുന്നത് ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയ സീറ്റ് അവർക്ക് തന്നെ നൽകി നിലനിർത്തുക എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിനോട് തന്നെ തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരാളെ കണ്ടെത്തുവാനുള്ള തകൃതിയായിട്ടുള്ള ഒരു ചർച്ച ആരംഭിച്ചത്. ജനാധിപത്യ കേരള കോൺഗ്രസിനോട് പകരക്കാരനെ കണ്ടെത്തണമെന്ന് നിർദ്ദേശിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. പക്ഷേ അവർക്കൊരു പകരക്കാരനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് CPM-ന് അല്ലെങ്കിൽ പൊതു സ്വതന്ത്രനായ ഒരാളെ കണ്ടെത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യം മുതൽ തന്നെ അണികൾക്കിടയിൽ നിന്നും നേതാക്കൾക്കിടയിൽ നിന്നും വരുന്ന ആവശ്യം പ്രധാനമായിരുന്നത് CPI-ക്കോ അല്ലെങ്കിൽ CPM-നോ സീറ്റ് നൽകണം എന്നുള്ളതായിരുന്നു. കേരള കോൺഗ്രസ് എമ്മും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചരട് വലിയൊക്കെ നടത്തിയെങ്കിൽ പോലും അവർക്ക് നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അവസാന വട്ടത്തിലാണ് ഒരു പൊതുസമ്മതനായ ഒരാൾക്ക് നൽകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുധീർ കരമനയ്ക്കാണ് ഇപ്പോൾ ഇടതുപക്ഷം അവിടെ സീറ്റ് നൽകിയത്. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടിക്കകത്ത് കല്ലുകടി ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം സെൻട്രൽ. ഏറെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം ഇത്തരത്തിലൊരു ആളെ നിർത്തിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. മറ്റിടങ്ങളിലൊക്കെ പ്രചരണമൊക്കെ ശക്തിയായി നടക്കുമ്പോൾ ഇവിടെ മാത്രം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാൻ വൈകുന്നത് തിരുവനന്തപുരം സെൻട്രലിലെ പ്രവർത്തകർക്കിടയിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല വൈകും തോറും പാർട്ടിക്കും ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത്. ഒടുവിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്. പക്ഷേ സുധീർ കരമനയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടിക്കകത്ത് ചില അസ്വാരസ്യങ്ങളും ഉടലെടുത്തു എന്നുള്ളൊരു വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എത്ര പ്രവർത്തകരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി രംഗത്തിറങ്ങുക? കാരണം പോസ്റ്റർ കാര്യങ്ങൾ അടിക്കേണ്ടതുണ്ട്. മാത്രമല്ല ചുവരെഴുത്ത്, അതുപോലെ തന്നെ ഗ്രഹസന്ദർശനം, അതുപോലെ തന്നെ എല്ലാ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ ഇതൊക്കെ നടത്തേണ്ടതുണ്ട്. ഈ ചുരുങ്ങിയ ദിവസത്തിൽ അത് വളരെ അഹോരാത്ര പ്രയത്നം നടത്തിയാൽ മാത്രമേ അത് ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇടതു സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു വിവാദത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുമോ? അങ്ങനെയെങ്കിൽ വീണ്ടും LDF-ൽ തിരുവനന്തപുരം സെൻട്രൽ എന്നത് എത്തിച്ചേരാനാകാത്ത, ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തീരാനാവാത്ത ഒരു സെൻട്രലിലേക്കോ ഇടതിനെ LDF-നെ കൊണ്ടുപോകുന്നത്? കൃഷ്ണരാജ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം സുധീർ കരമനെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ഏകദേശ തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസിന് ഇതിൽ കടുത്ത എതിർപ്പുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി നേതാക്കളെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം തങ്ങൾ മത്സരിച്ചു കൊണ്ടിരുന്ന സീറ്റാണ്. തങ്ങളുടെ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്നു ആ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകുന്നതിൽ അതൃപ്തി ഉണ്ടെന്നും അതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നുമുള്ള കാര്യങ്ങൾ, ആ വിയോജിപ്പ് കൂടി അവർ അറിയിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ ഘടകകക്ഷികൾ തമ്മിലും CPM തമ്മിലുമൊക്കെയുള്ള ഒരു പടലപ്പിണക്കങ്ങളിലേക്ക് കടക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ പടലപ്പിണക്കങ്ങളിലേക്ക് കടന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അത് CPM-ന് വലിയ ക്ഷീണമുണ്ടാക്കും, സാരമായ പരിക്കുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സജീവമായി പ്രവർത്തനം നടത്തുന്ന നിരവധി പ്രവർത്തകരുണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസിന്. അവർ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ അത് CPM-നെ കടുത്ത പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം വലിയ തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച
അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ പോലും തങ്ങൾക്ക് മൂന്നാമതും ഭരണം ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ പോലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. കെട്ടുറപ്പുള്ള പാർട്ടിയാണെന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലും അവിടെ പ്രവർത്തനം തുടങ്ങുന്നതിലും വൈകിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് മാത്രമല്ല അണികൾക്കിടയിൽ നിന്ന് വരെ ഈ ചോദ്യം ഉയരുമ്പോൾ ഇതിന് ഉത്തരം മുട്ടി നിൽക്കുന്നത് സംസ്ഥാന നേതൃത്വമാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ അനാവശ്യ പ്രസ്താവനകളിലേക്കും പ്രതികരണങ്ങളിലേക്കും പോകരുതെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസവും ആന്റണി രാജു AKG സെന്ററിലെത്തി മറ്റൊരാൾക്ക് സീറ്റ് നൽകരുത്, ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് നൽകണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിൽ മറ്റൊരാളെ ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന്മേൽ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച നടത്തേണ്ടി വന്നിട്ടുണ്ട്. തീരുമാനങ്ങൾ മാറ്റി പറയേണ്ട ഒരു സാഹചര്യം CPM-ന് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സുധീർ കരമനയായിരിക്കും മത്സരിക്കുക എന്നുള്ള വിവരങ്ങളാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുമായി എന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ പാർട്ടിക്കകത്ത് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഗൗരവകരമായ കാര്യം. കൃഷ്ണരാജ്. യെസ്, ഏതായാലും എന്തുകൊണ്ട് ഈ സീറ്റ് CPM ഏറ്റെടുത്തില്ല? കാരണം ജനാധിപത്യ കേരള കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് സ്ഥാനാർത്ഥിയില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ സ്ഥാനാർത്ഥിയില്ല എന്നാണ്. അങ്ങനെ ഒരു തീരുമാനം ചോദിച്ചറിഞ്ഞില്ല. ഇനി ഇപ്പോൾ ആന്റണി രാജു ഉണ്ടല്ലോ, ആന്റണി രാജുവിന് മത്സരിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ആന്റണി രാജുവിന് ഒരു സ്ഥാനാർത്ഥി നിർദ്ദേശിക്കാമല്ലോ. എനിക്ക് എൻ്റെ പിന്തുണച്ചക്കാരൻ അല്ലെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഈ പേരാണെന്ന് പറയാം. അത് സംഭവിച്ചില്ല. എന്നിട്ട് എന്തുകൊണ്ട് CPM ആ സീറ്റ് ഏറ്റെടുത്തില്ല? എന്തൊക്കെയോ പ്രശ്നങ്ങൾ തിരുവനന്തപുരം സെൻട്രലിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട് എന്ന് വ്യക്തമാണ്. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.